ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുളിക കഴിച്ചു, പിന്നെ ഒന്ന് ആവി പിടിച്ചു. അപ്പോൾ ഇത്തിരി സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ എണിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും തുകയുണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ കടന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങി പോകും കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്തിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നിനും പറ്റില്ല. അപ്പോൾ ഞാനിന്ന് രാവിലെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ നേരത്തെ എണിച്ചിട്ട് വെള്ളമൊക്കെ പിടിച്ച് പാത്രമൊക്കെ കഴുകി, പാത്രം രാത്രി കഴുകി വെക്കും, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ അലക്കാനുണ്ടായിരുന്നു, അത് കുറച്ച് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ടൊക്കെ ഒന്ന് നേരത്തെ തോരട്ടു കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പുറം പണിയൊക്കെ കഴിയും. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാവൊക്കെ കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനത് വേഗം റിജുക്കുട്ടി അതിൻ്റെ ഇടയിൽ എണിച്ചിട്ട് പിന്നെ അങ്ങനെ ചായ. അപ്പോൾ റിയാസ്ക്കാക്ക് കാപ്പിയും, റിയാസ്ക്ക് പിന്നെ പാൽ വീട്ടിയ ചായ ഒന്നും കുടിക്കൂല കേട്ടോ. കട്ടൻ ചായ കാപ്പി ഇങ്ങനെയൊക്കെയാണ് കുടിക്കുള്ളൂ. അപ്പോൾ റിയാസ്ക്ക് എണിച്ചപ്പോൾ റിയാസ്ക്കാക്ക് വേഗം കാപ്പി വെച്ച് കൊടുത്തു. പിന്നെ ചായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിട്ടാണ് ചപ്പാത്തി പരത്താനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിജുക്കുട്ടി എണിച്ചപ്പോൾ അവൾക്കും ചായ കൊടുത്തു. പിന്നെ ഫാത്തിമക്കുട്ടി എണിച്ചിട്ട് പാൽ കൊടുത്തപ്പോൾ അവൾ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അവർ രണ്ടാളും പോയി കടന്നു. നമ്മുടെ റയീസ് കുട്ടി റിൻഷ്മോളും പിന്നെ എണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 22-ാം തീയതി മദ്രസയൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമ്മുടെ ടേബിൾ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ വേഗം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതൊക്കെ തന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഹെൽപ്പ് നമുക്ക്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അടുപ്പ് ആദ്യം ഒന്ന് കത്താൻ ബുദ്ധിമുട്ടിയിട്ടാ. പിന്നെ നമ്മുടെ ഓലക്കൊടിയൊക്കെ ഒന്ന് വെച്ച് കത്തിച്ചപ്പോൾ അങ്ങനെ കത്തി. ആദ്യം ഒന്ന് പിടിച്ച് കിട്ടാൻ പാടാട്ടോ. പിന്നെ അങ്ങനെ കത്തിക്കോളൂ. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് അങ്ങനെ ചോറും വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ വെയ്യെങ്കിൽ എന്തായാലും നമ്മൾ എണിച്ച് നേരത്തുള്ള പണിയൊക്കെ കഴിച്ച് പിന്നെ ഇത്തിരി ഒന്ന് കിടക്കാലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നാലും വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ്. എന്നാലും നമുക്ക് വീഡിയോ ഇട്ടാലേ നമുക്ക് വേഗം $100 ആവുള്ളൂ. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം, കഷ്ടപ്പെടുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതിഫലം കിട്ടും എന്നുള്ളൊരു ഇതിലാട്ടോ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് $100 ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും തുക ചെയ്യുക കേട്ടോ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെയ്യെങ്കിലും കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കടല ഞാൻ നേരത്തെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സവാളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നേരത്തെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു ചട്ടിയിൽ. അപ്പോൾ അതിൽ കൂടെ തക്കാളി വെല്ലുള്ളിയൊക്കെ ഇട്ടൊന്ന് വണക്കി, പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേഗം ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ ഒന്നും കൂടി വാങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒന്ന്. അപ്പോൾ അതാ ഞാൻ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ കൂട്ടുകാരെ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. പിന്നെ ചോറായിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ചുട്ട ശേഷം അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടായ ശേഷം ഒന്ന് അരിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ റിയാസ്ക്ക് രാവിലെ ഒരു ട്രിപ്പ് പോയിക്കുക കേട്ടോ. അടുത്തെവിടെയോ ഒരു ഓട്ടം പോയിക്കുകയാണ്. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഇനി വന്നിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പോൾ വരുമ്പത്തിനും വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഇനി ഒന്നും കൂടി വൈകിട്ട് ഒന്നും കൂടി ആവി പിടിക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് എൻ്റെ ജലദോഷമുള്ള കാരണം. പിന്നെ തലവേദനയാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്തത്. ഇടയ്ക്ക് ജലദോഷം പനി വരുന്നതല്ല, വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ പോവില്ല, ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോൾ നമ്മുടെ കടലക്കറി വെല്ലുള്ളി തക്കാളി ഒക്കെ ഒന്ന് വണക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വഴങ്ങിയ ശേഷം ഞാൻ കുറച്ച് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടല. എന്നിട്ട് പിന്നെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കടലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനും ഇഡ്ഡലിക്കും ഒക്കെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ, നന്നായിട്ടുണ്ടാവും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അതൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടിയിൽ
ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ, അപ്പത്തിനായാലും ദോശക്കായാലൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുട്ട ശേഷം അരി കഴുകുക കേട്ടോ. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂട് വരുമ്പോഴത്തേന് ഞാൻ വേഗം അടുപ്പിലിടുന്ന് ചോറൊക്കെ വെച്ചെടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ അത് പൊള്ളിയിട്ട്. അപ്പോൾ വേഗം ഒരു 8 മണിയാകുമ്പോഴത്തേനും ചോറൊക്കെ ആയി. പിന്നെ അലക്കാനുള്ളതൊക്കെ നേരത്തെ അലക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ കൊണ്ട് തോരട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ റിയാസ്ക്ക് വന്നാൽ കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുഞ്ഞു വിശേഷത്തിലുള്ള കൂട്ടുകാരെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.